അധികം മനസ്സിലാക്കാതെ ഇങ്ങനെ മന്ത്രമാതിരി ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോ are you clear about it, that you are we already in possession of all the gifts? But നമ്മൾ നേരത്തെ കേട്ടു, but they are tools, they are not toys. ഇപ്പൊ നമ്മൾ വീട്ടിലൊരു കൊച്ചിന് കളിക്കുകയാണ്. എന്തെടുത്ത് കളിക്കുന്നു? നമ്മൾ ഉപയോഗിക്കുന്ന കറിക്കരിയണ കത്തി എടുത്ത് കളിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? കളിക്കാൻ കൊടുക്കും അത്? അപ്പൊ എന്ന പോലെ തന്നെ ഈ വരദാനങ്ങൾ ഉപയോഗിക്കുന്നതിന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ് നല്ലത്. അത് പഠിക്കാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കുട്ടി ആ കത്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുറിവേൽക്കാം, അപകടമാണ്. അത് വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല. കത്തിയുടെ കുഴപ്പമില്ല, അത് ഉപയോഗിക്കുന്നതിനുള്ള അറിവില്ലാത്തതുകൊണ്ട്. നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അങ്ങ് ചുമ്മാ ജോലി ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഓറിയന്റേഷൻ ഇല്ലേ? വാട്ട് ഈസ് ദ പ്രോഗ്രാം? നമ്മളൊരു ഓറിയന്റേഷൻ തരും അവർക്ക്. നമ്മൾ ആ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കും. അല്ലാതെ നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതുപോലെയുള്ള ധ്യാനങ്ങളുടെ ഉദ്ദേശം. ഈ വരദാനങ്ങൾ അതാണ് പൗലോസ് ശ്ലീഹ കൊറിന്ത്യൻസുകാർക്ക് ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 12 പറയുന്നത്, ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 12:1 പറയുന്നത്, സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഈ ആത്മീയ ദാനങ്ങൾ അറിവോടുകൂടി ഉപയോഗിക്കുമ്പോൾ അതിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെയാണ് സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ ദൈവവേല നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓർക്കുന്നത്, കുറെ വർഷങ്ങൾക്ക് മുൻപ് നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരുപാട് ധ്യാനങ്ങൾ വൈദികരെ ഞാൻ ധ്യാനിപ്പിച്ചിരുന്നു. മിക്കവാറും ഡയസിസുകളിലെല്ലാം അച്ഛന്മാരെയും അവിടുത്തെ സിസ്റ്റേഴ്സും ബിഷപ്പും എല്ലാം നമ്മുടെ ധ്യാനം കൂടിയിട്ടുള്ളത്. അങ്ങനെ ഒരു ധ്യാനത്തിൽ അത് 2-3 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നു. അതിൻ്റെ തലേ വർഷത്തെ ധ്യാനം കഴിത്തിൽ ഉണ്ടായ അനുഭവം ഒരു കൊച്ചച്ഛൻ പറയുകയായിരുന്നു. ഈ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കഴിഞ്ഞ വർഷം ഈ ധ്യാനം കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. പ്രധാനമായിട്ട് അച്ഛൻ പറയാണ്, എന്നിൽ തന്നെ ക്യാരിസംസ്, വരദാനങ്ങൾ ഉണ്ടെന്നുള്ള അറിവ് എനിക്കില്ലായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഇപ്പൊ മിഷനാണ്, അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളൊന്നുമില്ല. ചെറുപ്പക്കാർ കുറെ കുട്ടികൾ അച്ഛൻ്റെ കോമ്പൗണ്ടിൽ വന്ന് ബാഡ്മിൻ്റൺ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അച്ഛൻ അത് നല്ലൊരു, അവരെ വന്ന് നമ്മളുടെ കൂടെ കൂട്ടാനുള്ള ഒരു ഐഡിയ ആയിട്ട് അവർ വീട്ടിൽ വന്ന് ഫ്രിഡ്ജും തുറന്ന് കഴിച്ചു കൊടുക്കുക, അങ്ങനെയെല്ലാം അവർ ചെയ്യും. സോ ഹി ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ലോക്കൽ ബോയ്സ്, യുനോ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ഗണേശൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, യു നോ ദാറ്റ് ഗണേശൻ, എ റിയൽ ഹിന്ദു ബോയ്, അവന് ഭയങ്കര പനിയായിട്ട് ആശുപത്രിയിലായിട്ട് കുറച്ച് ദിവസമായി. അച്ഛന് പോയി പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ ഇത് എന്ത് വിചാരിക്കും ഇവിടുത്തെ ഹിന്ദുക്കളും മറ്റുള്ള ഒപ്പോസിഷൻസ് ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് വിചാരിക്കും ഉദ്ദേശിച്ചിട്ട് അച്ഛനിങ്ങനെ പോകാണ്ടിരിക്കുമ്പോൾ ഗണേശന്റെ അമ്മ വന്നിട്ട് പറയുകയാണ്, അച്ഛൻ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ മകൻ സുഖാവും. ഇനിയിപ്പോൾ അച്ഛനെ നോക്കി നിൽക്കാൻ പറ്റുമോ? അച്ഛൻ ഉടനെ ആശുപത്രിയിൽ ചെന്ന് ഗണേശന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഗണേശന് ഉടനെ പനി മാറി. അന്ന് തന്നെ
ആശുപത്രിയിൽ നിന്ന് അവനെ ഡിസ്ചാർജ് ചെയ്തു. പിറ്റേ ദിവസം ഗണേശൻ സ്കൂളിൽ വന്നു. കുട്ടികളെല്ലാം അത്ഭുതപ്പെട്ടു. ഇവർ ഇന്നലെ പനിയായിട്ട് സ്കൂളിൽ കിടന്ന ആൾ എങ്ങനെ ഇവിടെ വന്നു? ടീച്ചർമാർ അത്ഭുതം. അപ്പൊ അവന് ഒന്നേ പറയാനുള്ളൂ, ആ ഫാദർ വന്ന് എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. സുഖമായി. കണ്ടോ, ഗണേശൻ സുവിശേഷം പ്രഘോഷിക്കുന്നു. കഴിഞ്ഞില്ല. അന്ന് ആ ക്ലാസ്സിൽ അവൻ്റെ വേറൊരു ക്ലാസ്സിലുള്ള ഒരു പയ്യന് പനിയായി, നല്ല പനി. അപ്പൊ ക്ലാസ്സിൽ കുട്ടിക്ക് പനിയായതോടുകൂടി ടീച്ചറായി ഓടി നടക്കുകയാണ്. ഉടനെ എങ്ങനെയെങ്കിലും ഇവരെ ആശുപത്രി കൊണ്ടുപോകണം, അതല്ലേ നമ്മൾ ഉടനെ ചെയ്യുന്നത്. പക്ഷേ ഗണേശൻ പറയാണ്, വെയിറ്റ് ടീച്ചറെ, ഇന്നലെ എൻ്റെ തലയിൽ അച്ഛൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എനിക്കറിയാം, ഞാൻ അതൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ. എന്താ ദൂഷ്യം? ടീച്ചർ ഒരു ഹിന്ദു ടീച്ചറാ. അവൻ ഈ ഗണേശൻ ഈ കൊച്ചിന്റെ തലയിൽ കൈവച്ചുകൊണ്ട്, ഹേ പ്രഭു, ഇന്നലെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ നീ സുഖപ്പെടുത്തിയില്ലേ, ആ യേശുവേ ഇന്ന് ഇവനെ സുഖപ്പെടുത്തണേ, യേശുവിന്റെ നാമത്തിൽ ഇവൻ സുഖമാകണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇവന്റെ പനി മാറി. എന്നിട്ട് ഈ അച്ഛൻ, അപ്പൊ വൈദികരുടെ ധ്യാനമാണ്, അച്ഛൻ ഒരു ചലഞ്ചിങ് ആയിട്ട് പറയുകയാണ്, നമ്മൾ വൈദികർ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവ നമ്മൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ഗണേശന്മാർ ഇത് ചെയ്യും. മനസ്സിലായ സന്ദേശം? നമ്മൾ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ നമ്മൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ മാമോദീസ പോലും സ്വീകരിക്കാത്ത ഗണേശന്മാർ ഇത് ചെയ്യും. മാമോദീസ പോലും സ്വീകരിക്കാത്ത ആളുകളിൽ ഇത്രയും ശക്തമായ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ എത്രത്തോളം ഇത് പ്രവർത്തിക്കില്ല. എനിക്കറിയാം, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തന്നെ ഇനിയും മാമോദീസ സ്വീകരിക്കാത്ത അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ചിലപ്പോൾ അവരുടെ ആ ശക്തമായ വിശ്വാസവും അതിലൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ വരദാനാഭിഷേകവും. അപ്പൊ ഈ വരദാനങ്ങൾ മാമോദീസ പോലും സ്വീകരിക്കാത്ത ആളുകളിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ തന്നെ കാണാം, ഇല്ലേ? അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കൊർണേലിയോസ് എന്ന് പറഞ്ഞ ഒരാൾ, ഒരു വിജാതീയൻ, മാമോദീസ പോലും സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്ക് ദർശനം കാണുന്നു. മാലാഖ അദ്ദേഹത്തിനോട് പറയുന്നു, നീ പോയിട്ട് യോപ്പായിലെ പത്രോസ് എന്ന് പറഞ്ഞ ആളെ വിളിക്കാൻ ആളെ വിടണം. അങ്ങനെ അദ്ദേഹം അതനുസരിക്കുന്നു. പത്രോസ് വരുന്നു. കണ്ടോ, മാർപ്പാപ്പ ഈ കൊർണേലിയോസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ആര് വന്നിരിക്കണോ? മാർപ്പാപ്പ. എങ്ങനെ വന്നിരിക്കുന്നു? മാർപ്പാപ്പയ്ക്കും സന്ദേശം കിട്ടിയിരിക്കുന്നു ഇവന്റെ വീട്ടിൽ ചെല്ലാൻ. അവിടെ ചെന്നപ്പോൾ പത്രോസിന്റെ പ്രസംഗം, അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അപ്പോസ്തല പ്രവർത്തനം 10:44, പത്രോസ് വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 45, വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വർഷിക്കപ്പെട്ടതിനാൽ. കണ്ടോ, എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ അത്രയ്ക്ക് ജനറസ് ആണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കണം, Holy Spirit is so generous. മാമോദീസ സ്വീകരിക്കാത്തവരിൽ പോലും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
സ്നേഹമുള്ളവരെ, സഭ ഉണരണമോ? സഭ ഉണരണമോ? നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ നാട്ടിൽ ഒരു പുതിയ ഉണർവ്. The land need a new fire. Yes or no? Yes. This land need a new fire. കർത്താവിനെ ആര് വേണമെങ്കിലും ഉപയോഗിക്കാം, ഇല്ലേ? കൊർന്നേലിയോസിനെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ മാമോദീസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും ഒരു ഉപകരണങ്ങളായി മാറണമോ വേണ്ടയോ? ഈ 2014 ആരംഭത്തിലുള്ള ഈ ധ്യാനം, it should bring a fire in this country. It should open up such a powerful chasms. നമ്മൾ ഓരോരുത്തരിലും ഒളിഞ്ഞിരിക്കുന്ന വരദാനങ്ങൾ പുറത്തു വരുമ്പോഴാണ്. 10-15 വർഷം മുമ്പ് ഞാൻ കേട്ട ആ ഗണേശനെ കുറിച്ചുള്ള സന്ദേശം ഇന്നും മിക്കവാറും എല്ലാ ധ്യാനത്തിലും ഞാൻ പറയുന്നുണ്ട്. ആ വൈദികൻ തന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി വൈദികൻ തന്നെ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ ഗണേശന്മാര്. പ്രത്യേകിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ സംബന്ധമായ ശുശ്രൂഷയിൽ ചെയ്യുന്നവര്, തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രവും മരുന്നും എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അതേ സമയത്ത് യേശു അത്ഭുതകരമായ പ്രവൃത്തികളെല്ലാം അധികവും ചെയ്തത് രോഗികളിലൂടെയാണ്, അല്ലേ? അപ്പൊ ആ രോഗികളിലൂടെ അവരുടെ ഏറ്റവും പ്രയാസവും വേദനിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ, അവരെ തൊടാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. ഇന്നലത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ഒരു വിധവ തന്റെ മകൻ മരിച്ചിട്ട് ആ ശവമഞ്ചവുമായിട്ടുള്ള വിലാപയാത്രയിൽ യേശു, അവൾ പ്രാർത്ഥിച്ചിട്ടില്ല, അവൾ ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യേശു അങ്ങ് വോളണ്ടിയർലി ആയിട്ട് അങ്ങ് ചെന്നിട്ട് അവളുടെ കണ്ണുനീര് തുടച്ചു മാറ്റി. യേശു ആ യുവാവിനെ തൊട്ടു, ഇതാ മരിച്ചവൻ എഴുന്നേറ്റ് വരുന്നു. ആരും പ്രാർത്ഥിച്ചിട്ടില്ല അവിടെ. അപ്പൊ അത്രയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഓരോരുത്തരും വോളണ്ടിയർ ആയിട്ട്. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ ആ രോഗികളെ നിങ്ങൾ തൊടുന്നു. ആ രോഗികൾ, നിങ്ങൾ എന്തെല്ലാം തരത്തിൽ ആ രോഗികളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നു. അതോടൊപ്പം ഒരു നിമിഷം ഈശോയെ, ഈ മകന്റെ വേദന, ഈ മകളുടെ വേദന നീ ഏറ്റെടുക്കണേ. അവരോട് യേശുവിനെ കുറിച്ച് പറയാൻ ധൈര്യം തരണമേ. അവരുടെ വേദനകളെല്ലാം നിത്യജീവനിലേക്കുള്ള വലിയ കൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. എനിക്ക് ഒരുപാട് നേഴ്സുമാരറിയാം. ഇതുപോലെ ഞാൻ പണ്ട് നേഴ്സുമാർക്ക് വേണ്ടി തന്നെ ധ്യാനങ്ങൾ നടത്തിയിരുന്നു. 1993 ഡൽഹിയിൽ. അപ്പൊ ആ നേഴ്സുമാരൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും വലിയ വലിയ ലെവലിൽ വന്നപ്പോൾ അവര് ഇങ്ങനെ കാണുമ്പോഴും അല്ലെങ്കിൽ വെയിലൊക്കെ പറയാറുണ്ട്, ബ്രദറെ, ഞാൻ അന്ന് ആ ധ്യാനത്തിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അകത്ത് ഒരുപാട് വരദാനങ്ങളുണ്ടെന്നും ഈ നഴ്സിംഗ് എന്നത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷിക്കാത്ത. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടു. ഈ ചെറിയവരിൽ ചെയ്തത് എല്ലാം നീ എനിക്ക് തന്നെ ചെയ്തു. ആ ഒരു ഡിവൈൻ കോൾ ആണെന്നും, അങ്ങനെ ദൈവം തന്നെ, യേശു തന്നെ ചെയ്ത വലിയ ഒരു ശുശ്രൂഷയാണ് നേഴ്സിംഗ്. ഒരു 10 വർഷം മുമ്പ് ഒരു നേഴ്സസിന്റെ ധ്യാനം സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഞാൻ നടത്തി. അവിടെയുള്ള നമ്മുടെ മലയാളി നേഴ്സുമാർ. വരദാനാഭിഷേകത്തിന്റെ ധ്യാനമല്ലായിരുന്നു, നേഴ്സസിന്റെ നവീകരണവും നേഴ്സിംഗ് ജോലിയിലുള്ള ആത്മീയമായ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു.
പക്ഷെ ആ ധ്യാനത്തിന്റെ അവസാനത്തിൽ ഈശോ പറഞ്ഞു, ഇവരിലെല്ലാവരിലും ധാരാളം വരങ്ങളുണ്ട്, അതൊന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. 28 നേഴ്സുമാരാണ് ഉണ്ടായിരുന്നത്. 28 പേരും ദർശനം കാണാൻ തുടങ്ങി. ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് കോൺഫറൻസിൽ പോലും അത്രയും 100% ഫ്രൂട്ട്ഫുൾനെസ് നമ്മൾ ഉണ്ടാകാറില്ല. 28 പേരിലും വലിയ അത്ഭുതകരമായ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റി. നാളെ നിങ്ങൾക്കും ഇതെല്ലാം കാണാം, നിങ്ങളിൽ ഈ വരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാം. അതങ്ങനെ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യും. നാളെ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പരസ്പരം നിങ്ങൾ തമ്മിലിരുന്ന് ഈ വരദാനങ്ങളുടെ പ്രവർത്തനത്തെ നിങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നതും അത് പ്രാക്ടീസ് ആവും നിങ്ങൾ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത്, കൊർന്നേലിയോസിലും പത്രോസിലും ഒക്കെ പ്രവർത്തിച്ചമായി നമ്മളിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രകടമായ ഒരു അനുഭവം നമുക്കുണ്ടാവുന്നത്. പ്രകടമായ അനുഭവം. ഞാൻ ഈ നവീകരണത്തിലൊക്കെ വന്നപ്പോൾ ആദ്യകാലങ്ങളിൽ വചനമൊക്കെ പ്രഘോഷിക്കാൻ